എന്റെ ദൈവമേ, ചൂട് കൂടി കൂടി ഇത് എങ്ങോട്ടാണ് പോണെന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂടല്ലേ. ഇനിയിപ്പോ പറമ്പുകളിൽ നിൽക്കുന്ന ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ജ്യൂസ് ആയിട്ട് നമ്മുടെ ടേബിളിൽ എത്തുമല്ലേ. ചൂട് സഹിക്കാൻ വയ്യാത്തോണ്ട് ഞാനും മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി ദേ ഈ ജഗ്ഗിനകത്ത് അടച്ചു വെച്ചിട്ടുണ്ടേ. ഈ മലലാരണ്യം അങ്ങനെയല്ലല്ലോ, ഈ മണലാരണ്യത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ സമ്മതിക്കണല്ലേ ഈ ചൂടത്ത്. പനി വന്നപ്പോ കൂടെ വന്നതാണ് ഒരു പണ്ടാരം പിടിച്ച ചുമ. അവന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ കയറി താമസിക്കുന്ന ആൾക്ക് ഒരു മാസമായിട്ടും ഇതുവരെ ഇറങ്ങി പോയിട്ടില്ല. അതുകൊണ്ട് ഐസ് ഇടാതെയാണ് ജ്യൂസ് ഉണ്ടാക്കിയത്. ശീതൂട്ടി എന്റെ മോന്റെ അതേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ്. കാരണം എന്ത് കുടിക്കാൻ കൊടുത്താലും കഴിക്കാൻ കൊടുത്താലും അവന്റെ അതേ എക്സ്പ്രഷൻ വാരി വിതറുന്നുണ്ടേ. നമ്മുടെ ലൂബിക്കൊക്കെ പഴുത്തു തുടങ്ങിയതുകൊണ്ട് എന്നാ പിന്നെ ഇച്ചിരി പഴുത്തത് നോക്കി അങ്ങ് പിച്ചെടുക്കാന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ എല്ലാം വവ്വാല് കൊണ്ടും. അതല്ല ഒരു മഴ പെയ്യുവാണെങ്കിൽ എല്ലാം നിലത്ത് പോവേ. കഴിഞ്ഞ വട്ടം നമ്മുടെ ലൂബിക്കയില് 1-2 കായകൾ മാത്രമേ വന്നുള്ളൂ. എന്നാൽ ഇപ്രാവശ്യം അത്യാവശ്യം വന്നിട്ടുണ്ട്. മോൻ ഇതൊക്കെ പിച്ചെടുക്കാൻ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. അങ്ങനെ ആകെ മൊത്തം ഞാനും മോനും കൂടെ പറിച്ച് ഇത്രയും കിട്ടിയിട്ടുണ്ടേ. എന്റെ ലൂബിക്ക് മുഴുവനായിട്ട് റാഞ്ചി കൊണ്ട് പോകാൻ ശീതൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ലൂബിക്കയുടെ ഞെട്ടെല്ലാം വെച്ച് കാട്ടി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണേ. ഇവിടെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. മോൻ തന്നെ എല്ലാം ചെയ്തു തരും കേട്ടോ. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത ലൂബിക്കയിൽ ദേണ്ട ഇതുപോലെ കുറച്ച് പരലുപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പരലുപ്പ് എന്ന് വെച്ചാൽ കല്ലുപ്പ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എന്തോരം ലൂബിക്കാണ് ഉപ്പും കൂട്ടി കഴിക്കുന്നതല്ലേ. ഇപ്പൊ കഴിക്കുമ്പോ പല്ലൊക്കെ പുളിച്ചു വരും. ഇനി നല്ല എരിവുള്ള കുറച്ച് പച്ചമുളകും കുറച്ച് കാന്താരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടച്ചങ്ങോട്ട് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ നല്ല സെറ്റ് ആയിട്ട് കിട്ടുവേ. ഇതിനിടയ്ക്ക് ശീതൂട്ടി അവളുടെ ഷംനാന്റെ കൊടുത്ത മുല്ലപ്പൂവും തലയിൽ ചൂടിക്കൊണ്ട് സുന്ദരി കുട്ടിയായിട്ട് നിപ്പുണ്ട്. അമ്മതേ എവിടെന്നോ കുറെ പറങ്ങി മാങ്ങാതെ കൊണ്ടുവച്ചോണ്ട് നിപ്പുണ്ടേ. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.